എന്തുകൊണ്ടാണ് ജനങ്ങളുടെ കനത്ത എതിർപ്പിനെയും അവഗണിച്ച് നാട് മുഴുവൻ ബാറുകൾ തുറന്നത്? അന്വേഷണത്തിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം, ഇതിന്റെ പിന്നിൽ വലിയ സാമ്പത്തിക താല്പര്യങ്ങളുണ്ട്. നാട്ടിലെ കൊച്ചുകുട്ടിക്ക് പോലും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. പുതിയ ബാർ ലൈസൻസിനുള്ള നടപടിക്രമങ്ങളിൽ ഏറ്റവും ആദ്യത്തേത് ഭരണകക്ഷിക്ക്, പ്രത്യേകിച്ചും മാർക്സിസ്റ്റ് പാർട്ടിക്ക് ലൈസൻസിന് വേണ്ട കാണിക്ക ആദ്യമായി സമർപ്പിക്കണം. ആ കാണിക്ക എന്ന് പറയുന്നത് മിനിമം 1 കോടി രൂപയാണ്. വാർഷിക ലൈസൻസ് എന്ന് പറയുന്നത് 35 ലക്ഷം. പിന്നെ ഓരോ മാസവും ഉദ്യോഗസ്ഥർക്ക് ഭരണകക്ഷി നേതാക്കൾക്ക് കൊടുക്കേണ്ട പടി വേറെയാണ്. പ്രത്യേക അവസരങ്ങളിൽ കൊടുക്കേണ്ട പടി വേറെ. ഇതിലൊന്നിനും പെടാത്തതാണ് ഭരണപക്ഷത്തെ മുഖ്യ കക്ഷിക്ക് മിനിമം 1 കോടി രൂപയെങ്കിലും കൊടുത്തെങ്കിൽ മാത്രമേ ബാർ ലൈസൻസിന്റെ കാര്യം പരിഗണിക്കുള്ളൂ. ഭരണകക്ഷിയിൽപ്പെട്ട പാർട്ടിയുടെ ആളുകൾ പോലും പറഞ്ഞു, ശുപാർശയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ കിട്ടുമെങ്കിൽ പോലും ഈ കാറ്റിന്റെ കാര്യത്തില്, ഈ കാണിക്കയുടെ കാര്യത്തില് 1 കോടിയിൽ യാതൊരു ഇളവുമില്ല. അത് ഏറ്റവും മിനിമമാണ്. നിങ്ങളൊന്ന് കണക്കൂട്ടി നോക്കുക. 916 ബാറുകൾക്ക് മിനിമം 1 കോടി രൂപ വെച്ച് കാണിക്ക വാങ്ങിച്ചെങ്കില് കഴിഞ്ഞ 10 വർഷത്തിനിടയില് മാർക്സിസ്റ്റ് പാർട്ടി ഈ ബാർ അനുവദിച്ചതിലൂടെ സമ്പാദിച്ച തുക എത്ര കോടിയാണ്? കേരള മദ്യനിരോധന സമിതി ആരോപിക്കുന്നു, കുറഞ്ഞത് 1000 കോടി രൂപയുടെ അഴിമതിയാണ് ഈ ബാർ അനുവദിച്ചതിലൂടെ കേരളത്തില് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നടന്നത്.